നമസ്തേ. ഞാൻ കലാമണ്ഡലം സത്യഭാമ, ഡാൻസ് അക്കാഡമി ഡയറക്ടർ, കലാമണ്ഡലം സത്യഭാമ. ഞാനിപ്പോൾ വന്നതേ നമ്മുടെ യുവജനോത്സവം ഒക്കെ ഇങ്ങനെ പൊടി പൊടിച്ച് നടക്കുകയാണ്. സബ് ജില്ലകളൊക്കെ ഏകദേശമൊക്കെ ഒതുങ്ങി, ജില്ലകളൊക്കെ ചില സ്ഥലത്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ എറണാകുളം ജില്ല നടന്നപ്പോൾ കുറച്ച് വിവാദങ്ങളൊക്കെ ആയി, ഇത്തിരി പ്രശ്നം. ഏകദേശം ഒരു നടന്നിട്ടുള്ള എല്ലാ മത്സര സ്പോർട്ടിലും പ്രശ്നങ്ങളാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആ സ്പോർട്ടിലൊന്നും പോകണ്ട, നമുക്ക് ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നാൽ മതി, എല്ലാം കിട്ടുമല്ലോ ഇപ്പോൾ. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഏറ്റവും പറയുന്ന സബ്ജക്റ്റിലേക്ക് കടക്കണേക്കാൾ മുമ്പ് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു അനുജത്തിയെ പോലെ ഞാൻ കാണുന്ന കലാമണ്ഡലം ഗിരിജ രാമദാസ്, അഡ്രസ്സ് പറയൂ. നമസ്കാരം, ഞാൻ കലാമണ്ഡലം ഗിരിജ രാമദാസ്, തിരുവനന്തപുരത്ത് താമസിക്കുന്നു. കോഴിക്കോടാണ് വീടെന്ന് മിക്കവർക്കും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഞാനിവിടെ നന്ദനം സ്കൂൾ ഓഫ് ഡാൻസ് എന്നൊരു സ്ഥാപനം നടത്തുന്നു. അപ്പോൾ ഇനി സബ്ജക്റ്റിലേക്ക് കടക്കാം. ഈ ഇടയ്ക്ക് എറണാകുളം ജില്ലയിൽ നടന്ന പ്രശ്നം തന്നെ നമുക്ക് തുടങ്ങാം. പക്ഷേ ടീച്ചർ തിരുവനന്തപുരത്തല്ലേ, തിരുവനന്തപുരത്ത് ജില്ലയിലെ കാര്യം പറഞ്ഞാൽ പോരെ. അങ്ങനെയല്ല, നമ്മൾ ഒരു കലാകാരി ആകുമ്പോൾ എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ പിള്ളേരൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ച ഞങ്ങളുടെ ശിഷ്യഗണങ്ങളുടെ കുട്ടികൾ അങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ അവിടെ ഇവിടെയൊക്കെ വരാം. അപ്പോൾ അവിടെ നടന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, കളിച്ച കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ജഡ്ജസ് ആരാണോ SRY നമുക്ക് അറിഞ്ഞൂടാ, ആരും ഇരുന്നോട്ടെ. അപ്പോൾ അവിടെ ഒരു കുട്ടിക്ക് സമ്മാനം കിട്ടി, 1 2 ഒക്കെ കിട്ടിയെന്ന് കേൾക്കണു. ആ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പരാതികൾ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഉണ്ടാവും. അതുപോലെ അവിടെ ഉണ്ടായതിന് ശേഷം ഇതിനകത്ത് കാണിയായിട്ട് കാണാനായിട്ട് വന്നതാണോ എന്നാണ് 100% എൻ്റെ ഒരു അറിവ് കേട്ടോ. കാണാൻ വന്നതാണ് ഒരു വ്യക്തി. ഈ മത്സരം നടന്നതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് എന്നെ അറിയിക്കുകയുണ്ടായി. ടീച്ചറെ, ഇന്ന പോലെ അവിടെ ഭയങ്കര അഴിമതിയാണ് നടന്നത്, കാശ് കൊടുത്താണ് സമ്മാനം മേടിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാ, കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ കാണാത്ത കാര്യം ഞാൻ അതിന് മറുപടി ഒന്നും പറയാൻ പോയില്ല. അപ്പോൾ ഈ പറഞ്ഞ ആരാന്ന് വെച്ചാൽ, എല്ലാം നമ്മൾ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും നമ്മൾ ആളെ പറയാറില്ല. പ്രത്യേകിച്ച് ഞാൻ എന്താ പറയുക പറയാത്ത, ഇനി ആളെ പറഞ്ഞിട്ട് വേണ്ട, ആരെങ്കിലും ഇനി അത് എന്തിനാ അവരുടെ പേര് പറഞ്ഞ് എന്ന് പറഞ്ഞ ഒരു രീതി വരണ്ടല്ലോ. അതുകൊണ്ട് പേടിച്ചിട്ടൊന്നുമല്ല, എന്തിനു പേടിക്കണത്. നമ്മളിപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത് എന്നെ വിളിച്ച് നിരന്തരമായിട്ട് എന്നെ ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അക്കാഡമിക്കലായിട്ടൊന്നും പഠിച്ച ആളൊന്നും കാരണം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ അല്ല. അതെ, ഇപ്പോൾ കലാമണ്ഡലം ഗിരിജ അതാണ് കലാമണ്ഡലം ഗിരിജ രാമദാസ്, കലാമണ്ഡലം സത്യഭാമ, അല്ലെങ്കിൽ കലാമണ്ഡലം, ഞങ്ങളൊക്കെ ആ പേര് വെച്ചിട്ടാണ്. അപ്പോൾ എന്നെ ചാറ്റ് ചെയ്തിട്ടുള്ള ഈ പുള്ളിക്കാരത്തി പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് ആ കുട്ടീനെ ഒരു പരിചയമില്ലായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ, ഇപ്പം എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഇല്ല എന്നുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ ആ വശത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററിയിലേക്ക് ഞാൻ കടക്കണില്ല, അത് അവിടെ നിന്നോട്ടെ. എൻ്റെ എക്സ് ഭർത്താവ് എന്ന് തന്നെ പറയാം. ഭർത്താവിനെ കുറിച്ചിട്ട് കുറേ പരാതികൾ വേറൊരു ടീച്ചറിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ടീച്ചറെ, ഇന്ന പോലെ പിന്നെ ആ ഉദ്യോഗമണ്ഡൽ ശശി എന്ന് പറഞ്ഞ പിന്നെ അയാൾ കുറേ ഫേസ്ബുക്കിലുണ്ട് ഇട്ടിരിക്കുന്നു, ആരൊക്കെയോ ചീത്ത വിളിച്ചിട്ട്, എന്തിന് കളിച്ചുകൊണ്ട് നടക്കുന്ന, ഇതൊക്കെ മതിയാക്കി കൂടെ, പിന്നെന്തോന്നാ, ആൾക്കാർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കാത്ത ഒരു കലയും കൊണ്ട് നടക്കുന്ന എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പരിഹസിച്ചു. ഓരോ രാമായണം പോലെ പുള്ളിക്കാരൻ എഴുതിയിട്ടുണ്ട്. അത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ നന്നായി പോയി. അദ്ദേഹം അസലായിട്ട് കഥകളി പഠിച്ച ഒരാളാണ്, സാധ്യമായിട്ട് കഴിവുള്ളൊരു കലാകാരനാണ്. അത് തനിക്കറിയാവോ? എന്നിട്ട് ഞാൻ അതിനെ അനുകൂലിച്ചല്ല ഞാൻ സംസാരിക്കല്ല, ഞാൻ തിരിച്ച് മെസ്സേജ് ഇട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ ഇതേപോലെ ഒരു ദിവസം ശശിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. കാര്യം എന്താ അറിയോ?
കല പഠിക്കുമ്പോൾ കഴിവും കഴിവുകേടും ഉണ്ട്. എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ ഡാൻസ് പഠിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലില്ലേ, മദ്രാസിലില്ലേ? ഇവിടെയൊക്കെ ഡാൻസ് പഠിക്കണ എല്ലാവരും അങ്ങ് പക്കാ കഴിവുള്ളവരാ? ആണോ? അല്ലല്ലോ. ഇപ്പോൾ കലാമണ്ഡലത്തിൽ എൻ്റെ ഇയറിൽ കഴിവുള്ളവരെല്ലാവരും കഴിവുള്ളവരാണ്. അപ്പം ഞാനല്ലെങ്കിൽ കഴിവുള്ളതാണ്? ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല. ഞാനാണോ കഴിവ്, ഞാനാണ് അവസാനം, അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് ഈ ശശിയെക്കുറിച്ച് ഒരുപാട് അനാവശ്യ കുട്ടി ട്രിവാൻഡ്രത്ത് തന്നെ ഒരു സീനിയർ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവരെന്നെ വിളിച്ചു, ഭാമേ, സത്യഭാമേ, ഇന്ന പോലെ തൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു സാധനമൊക്കെ ഇട്ടേക്കണം. അപ്പം ഞാൻ പറഞ്ഞേ അത് ഇടേണ്ട കാര്യമില്ലല്ലോ. എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞതാണ് അതിന് കാരണം. ഒരു ഇത്തിരി പ്രായം ചെന്ന ഒരു സ്ത്രീയാണ്, തീരെ ചെറുപ്പക്കാരിയല്ല. അവർ കളിച്ചു, ഒരു മോഹിനിയാട്ടം എന്തോ കളിച്ചു. ആഗ്രഹമല്ലേ, കളിക്കട്ട്. ആഗ്രഹം മനുഷ്യന് ഒരിക്കലും നടക്കാവുന്ന കാര്യമാണെങ്കിൽ തീരുമാനം 100% അത് നടത്തിയിരിക്കണം. അതാണ് എൻ്റെ പോളിസി. പിന്നെ അതിനകത്ത് കൊള്ളാവോ കൊള്ളൂല്ലോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. മനസ്സിലായില്ലേ? അപ്പം ശശി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശശിക്ക് അതിനുള്ള റൈറ്റ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ ഓരോ വ്യക്തികൾക്കും ഉണ്ട്. അവർ പ്രതികരിക്കും. ഇപ്പം എൻ്റെ പേജിൽ വന്നിട്ട് എത്ര പേര് എന്നെ പ്രതികരിക്കുന്നു, എത്ര പേര് തെറി വിളിക്കുന്നു. വിളിച്ചിട്ട് പോട്ടെന്നേ, ഇതാർക്കും ഇവിടെ. എന്നെ സംബന്ധിച്ച് മത്തായി പറഞ്ഞ പോലെയുള്ളൂ. പറഞ്ഞോ, ഇനി നീയും പറ, നീ പറയണം. അതിനാണ് ഞാൻ പറയണം. എന്നിട്ട് അങ്ങനെയാണ് ഈ പെണ്ണിനെ ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞാൻ ശശിക്കെതിരെ സംസാരിച്ചു. ഞാൻ ഇല്ലയെന്നൊന്നും പറയാം. എന്താ അറിയോ, ടീച്ചർ ശശിക്കെതിരെ സംസാരിച്ച് ഞങ്ങളൊക്കെ കേട്ടതാണല്ലോ എന്ന് പ്രേക്ഷകർ പറയും. അത് ആ ശരിയാ സംസാരിച്ചു. എന്തുകൊണ്ടറിയോ, ഒരു ആർട്ടിസ്റ്റുകളെ അങ്ങനെ തീരുമാനം അങ്ങ് താത്തി കെട്ടാൻ പാടില്ല. അവരെ ആഗ്രഹത്തിന് അവർ കളിച്ചതാണ് അല്ലേ? ശരിയല്ലേ? ആഗ്രഹം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഗവൺമെൻറ് ഉദ്യോഗത്തിന് പോയിരിക്കണമെന്നോ അല്ലെങ്കിൽ പിന്നെ IAS എടുക്കണമെന്നോ IPS എടുക്കണമെന്നല്ലല്ലോ അവർ ആഗ്രഹിച്ച. അവരുടെ ആ പ്രായം വെച്ച് അവർക്ക് എന്തോ ഒരു ചെറുതായിട്ടൊരു ആ കലയായിട്ട് ഒരു ഇഷ്ടം വന്നു എന്ന് കളിച്ചാൽ ഒരാഗ്രഹം കളിക്കാനായിട്ടെന്ന് പറയുമ്പോൾ അവരെങ്ങനെയെങ്കിലും ടീച്ചർമാർ, ഞാനായാലും ഗിരിജയായാലും തട്ടിക്കൂട്ടി നമ്മൾ സ്റ്റേജിൽ കയറ്റും. അപ്പോൾ അതിനെ പരിഹസിക്കുക എന്ന് ശശി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അനുവദിക്കില്ല എന്ന് മീൻസ് ഞാൻ അതിന് പ്രതികരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ കുട്ടി നിർത്തൂല. ഇവളുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇവൾ സെൻറ്റ് തെരേസാസിൽ എവിടെ ഡാൻസ് പഠിച്ച. അക്കാഡമിക്കലായിട്ട് പഠിച്ചിട്ടുള്ളവരെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ വരരുത് കേട്ടോ. കേട്ടല്ല? നീ എവിടെ പഠിച്ചാലെന്താ? ഇതിനെ ഭൂമിയോളം താഴണം ആർട്ടിസ്റ്റ്, അറിയോ? ഫലങ്ങൾ കൂടുന്തോറും വൃക്ഷം താഴും. അത് കേട്ടിട്ടുണ്ടോ? കേൾക്കൂല. ഇതൊന്നും കേൾക്കാനുള്ള നേരമൊന്നുമില്ല. എന്തായാലും വായില നാക്ക് അത്രയ്ക്ക് ഗുണവിശേഷമാണ്. താൻ വന്നിരുന്നിട്ട് പറയുന്നുണ്ടല്ലോ കുറേ. താൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി നേരത്തെ പറഞ്ഞിടത്തേക്ക് വരാം. ഇതാണ് ശശിയുടെ സബ്ജക്റ്റ്. അങ്ങനെയാണ് ഞാൻ ഈ പെണ്ണിനെ പരിചയപ്പെടുന്നത്. നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, നേരിട്ട് ഈ കൊച്ചിനെ കണ്ടിട്ടുമില്ല. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഇവള് പഠിച്ചിട്ടുള്ള എല്ലാ നൃത്താധ്യാപകരെ, പ്രദീപ്, RLV ഉണ്ണി, റിഗാറ്റ ഗിരിജ, ഇവരെല്ലാവരും ഞാൻ വിളിച്ച്. അപ്പോഴാണ് ഫുള്ളായിട്ടുള്ള പുള്ളിക്കാരത്തിൻ്റെ ഹിസ്റ്ററി അറിയണത്. സാമാന്യം തെറ്റില്ലാത്ത നാക്കുള്ളൊരു പെണ്ണാണെന്ന് തെളിഞ്ഞ് കേട്ടാ. ഇതൊക്കെ കൈ വെച്ചിരുന്ന നീ ഇതിന് മറുപടി ഇടും. നിൻ്റെ പുറകെ ഞാൻ വരും, അങ്ങ് അറ്റം വരെ വരും. എനിക്ക് നിൻ്റെ അമ്മയാവാനുള്ള പ്രായം എനിക്കുണ്ട്. എൻ്റെ മോന് 44 വയസ്സ് കഴിഞ്ഞു. നിനക്ക് അത്രയൊന്നും ആയിട്ടില്ല. അത് നീ എൻ്റെ കൂടെ ഫൈറ്റ്. നീ മരിക്കണൊക്കെ മുമ്പ് എന്തായാലും ഞാൻ മരിക്കും, അത് ഉറപ്പെണ്ണല്ല. അപ്പം ഞാൻ ചത്ത് കഴിയുമ്പോഴും നീ പറയും, ഓ ശല്യം തീർന്നല്ലോ. തീർന്നു. അതിപ്പോൾ ആര് ചത്താലും ആ ശല്യം തീർന്നല്ലോ. അതങ്ങനെയാണല്ലോ. നമ്മൾ ശത്രുക്കളെ എപ്പോഴും അങ്ങനെയല്ലേ വിലയിരുത്തുള്ളൂ. ഒരാൾ ശത്രുത ഉണ്ടെങ്കിൽ ഒരാൾ മരിച്ചുപോയി, അയ്യോ ഇനി ആളുടെ ശല്യം പോയി എന്നല്ലേ പറയാം. അത് വീട്ടിലിരുന്ന് പറയുള്ളൂ, പുറത്തല്ല, വീട്ടിലിരുന്ന് പറയാം. അങ്ങനെ ഈ ഇടയ്ക്ക് ഈ ജില്ല നേരത്തെ പറഞ്ഞു വന്ന ജില്ലയിലേക്ക് വരാം. എറണാകുളം ജില്ല കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് തുടങ്ങി എനിക്ക് മെസ്സേജുകൾ ഇടാൻ തുടങ്ങി. എന്താ വെച്ചാൽ ഞാൻ ഇവർക്ക് ശശീനെ കുറച്ച് പിന്നെ പ്രതികൂലമായിട്ട് ശശീനെ ഞാൻ അവതരിപ്പിച്ചത് കൊണ്ട് ഇവൾ പിന്നെ അടുത്തിട്ടെന്ന് വെച്ചാൽ ഒരു കലാക്ഷേത്രത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാണ്ടല്ല, ചോര തുപ്പും അല്ലെങ്കിൽ മുലപ്പാൽ തുപ്പും എന്നൊക്കെ പറഞ്ഞ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കലാമണ്ഡലത്തിലും സാമാന്യം തെറ്റില്ലാത്ത മുലപ്പാൽ തുപ്പുന്ന രീതിയിലുള്ള, ശരിയല്ലേ? അതെ. ഞങ്ങൾ മുലപ്പാൽ തുപ്പിയിട്ടുണ്ട് അവിടെ. ഇന്നതില്ല. ഇന്നെന്താ അറിയോ, ഇന്ന് ഒരു കുട്ടീനെ വഴക്ക് പറയുന്നതോ പിന്നെ അടിക്കുന്നതോ ശകാരിക്കുന്നതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നിയമപരമായിട്ട് തെറ്റാന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനും ഗിരിജയൊക്കെ പഠിക്കണ കാലത്ത് അങ്ങനെയൊന്നുമില്ല. മുട്ടി വെച്ചാണ് അറിയണത്, കമ്പൊന്നുമല്ല. തട്ടണ മുട്ടിയില്ലേ, അത് വെച്ചാൽ ടീച്ചർമാരറിയുന്നത്. ഒരു പരാതിയില്ല. എൻ്റെ അച്ഛനൊക്കെ ചെന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും.
മക്കളെയൊക്കെ ഗിരിജയുടെ അച്ഛനും എൻ്റെ അച്ഛനും ഒക്കെ അവിടെ വരും. മക്കളൊക്കെ ചെറിയ പ്രായത്തിൽ പോകേണ്ടത് വിടണമല്ലേ. വരുമ്പോൾ പറയണത് എന്താ അറിയോ, ടീച്ചറെ ഒരു അര ശ്വാസം ബാക്കി വെച്ചേക്കണം. ചത്തുപോയാൽ പ്രശ്നമാകുമല്ലോ, ചത്തുപോയാൽ എല്ലാവരും തൂങ്ങും, അതുകൊണ്ട് ഒരു അര ശ്വാസം വച്ചേക്കണത്. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചതാ. നീ എന്തെന്നാ വിചാരിച്ചേ? പിന്നെ ഡിഗ്രി ഭരതനാട്യം BA, ഭരതനാട്യം MA, ഇതൊന്നും കലാമണ്ഡലക്കാരുടെ കൂടെയോ RLVയിൽ പഠിക്കുന്നവരുടെ കൂടെയോ പിന്നെ RLV കോളേജ് തൃപ്പൂണിത്തുറ അവിടെയോ, അല്ലെങ്കിൽ SST മ്യൂസിക് കോളേജ് ട്രിവാൻഡ്രത്ത്, പിന്നെ പാലക്കാട് ചിറ്റൂർ മ്യൂസിക് മാത്രമല്ലേ ഉള്ളൂ. ഇവരെ കൂടെ ഒന്ന് കട പിടിക്കാൻ വരല്ലേ കേട്ടാ. അത് കൈ വെച്ചിരുന്നാൽ മതി. നീ ആരാണെങ്കിൽ നിൻ്റെ കയ്യിലിരിക്കും. ഞാൻ ഇപ്പോൾ ഇത് പറയാൻ എങ്ങനെയാണെന്നറിയാം. കാരണം ഞാനൊരു പോസ്റ്റ് ഇട്ടു ഇന്നലെ. ഇട്ടതിൻ്റെ പുറകെ അതിനോടനുബന്ധിച്ച് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുള്ള ആ വാക്കുകൾ വരെ എടുത്ത് നീ ഉപയോഗിച്ചു. ഞാൻ ഛർദ്ദിച്ചത് നീ തിന്നാൻ വരിക? അതെയാ, നീ കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് സബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് വാ. യൂട്യൂബും ഫേസ്ബുക്കും തുറന്നു വയ്ക്കുമ്പോൾ കേട്ടോ, കണ്ടൻറ് ഉണ്ടാവണം. നീ എൻ്റെ ഫേസ്ബുക്കും തുറന്നു നോക്ക്. ഞാൻ ഇങ്ങനെ എന്നെ ദ്രോഹിച്ചവരെ പറയുന്നുള്ള, ഞാൻ അങ്ങനെ എന്നും പറയുമൊന്നുമില്ല. എന്നെ ദ്രോഹിച്ച് എന്നെ ഞാൻ തിരിച്ചു പറയും, അത് ഉറപ്പാ. അല്ല, നീ ഇതിന് മുമ്പ് ഒരു പേജ് ഒരു സാധനം ഞാൻ കണ്ടായിരുന്നു. ആ കണ്ടതിൽ പറഞ്ഞേക്കണത് എന്ത് BA പഠിക്കണവർക്ക്, ഭരതനാട്യം BA പഠിക്കണവർക്ക് എന്ത്, പിന്നെ MA പഠിക്കണവർക്ക് എന്ത് അവരുടെ ഒപ്പം ആവാൻ പറ്റില്ല എന്ന്. അതൊന്നും ആവൂല, അതൊക്കെ താഴെ തന്നെ നിൽക്കുന്നത്, സംശയമൊന്നുമില്ല. കേരളത്തിലെ ഏറ്റവും അധികം ചിട്ടയായിട്ട്, ഇപ്പോഴത്തെ ചിട്ട ഞാൻ പറയുന്നില്ല, എനിക്ക് ഇപ്പോഴത്തെ കലാമണ്ഡലത്തിലെ ചിട്ട ഇത്തിരി കുറവാണ്. ഞങ്ങളെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചവരാ. 4 മണിക്കാണ് ഞങ്ങൾ എഴുന്നേക്കുന്നത്. നീ എന്നാണ് 4 മണിക്ക് എഴുന്നേറ്റിട്ടുള്ളത് ഡാൻസ് പഠിച്ച്? സെൻറ്റ് തെരേസസിൽ 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് ക്ലാസ് ഉണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് പാട്ട് സാധാ ക്ലാസ്സാണ് ഞങ്ങൾക്ക്, അറിയോ? അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ക്ലാസ്, അത് കഴിഞ്ഞിട്ട് കഞ്ഞി തരും. ഈ 4 വർഷം ഞങ്ങൾ കഞ്ഞിയെ കുടിച്ചാണ് അല്ലേ. ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ കൊതിച്ചിട്ടുണ്ട്. ഈ 4 വർഷം കഞ്ഞി അച്ചാറും ഇതാണ് ഞങ്ങൾ കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്, കഷ്ടപ്പെട്ടതിൻ്റെ ഒരു വലിയൊരു കാര്യം ഒക്കെ അനുഭവിച്ച് വന്നിട്ടുള്ളത് കൊണ്ട് ഞങ്ങളിപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നത്.